ഇന്ന് 2025 സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച പോരാട്ടത്തിന്റെ ആക്രമണത്തിന്റെ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിന്റെ 711 ദിവസമാണ്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് വരുമ്പോൾ ഇറാൻ പശ്ചിമേഷ്യയുടെ നായകസ്ഥാനത്തേക്ക് കളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സെപ്റ്റംബർ 9 ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ ഉരുണ്ടുകൂടിയ വല്ലാത്തൊരു അസ്ഥിരതയും ആശങ്കയും ഒക്കെയുണ്ട്. അവിടേക്കാണ് കൃത്യമായിട്ടും ഈ അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ ചേരിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന തരത്തിൽ ഖത്തറിന് വേണ്ടി വേണമെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന വാർത്തയും. ഈ കളത്തിൽ ഇനി അങ്ങോട്ട് ഇറാനാണോ നെടുനായകത്വം വഹിക്കുക എന്നുള്ള ചോദ്യവും സംശയവും ഒക്കെ ഉയരുന്ന മണിക്കൂറുകളാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ നിർണായകമായ ഉച്ചകോടിയും അതുപോലെ അസാധാരണമായ ഒരു അറബ് ഇസ്ലാമിക് സമിറ്റ് ഒരു ഉച്ചകോടിക്ക് കൂടി ഖത്തർ സാക്ഷിയായി. ഈ ഉച്ചകോടികളിൽ അവർ എടുക്കുന്ന അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടൊരു പക്ഷേ അത് ഒരു പരിധിവരെ അത് അമേരിക്കക്കെതിരായ ചില സംശയങ്ങൾ കൂടി ഉയർത്തുന്ന ഒരു സമ്മിറ്റായി മാറി എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളാണ് പറയേണ്ടി വരുന്നത്. ആദ്യം ഇറാനിലെ ഒരു നിയമസഭാംഗവും അതുപോലെ ഇറാനിലെ സൈനിക മേധാവിയുമാണ് ഇത്തരത്തിൽ ഖത്തറിന് വേണ്ടി ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും അത് ഇളക്കിവിട്ട ആ ഒരു അനുരണനങ്ങൾ ചെറുതല്ല, അതിപ്പോഴും വലിയ ചർച്ചയായി പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇസ്രയേൽ ഭീഷണികളെ നേരിടാൻ അമേരിക്കൻ സേനയെ പൂർണ്ണമായിട്ടും ഈ മേഖലയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് ഇറാനിൽ നിന്നുള്ള നിയമസഭാ അംഗമായ മുസ്തഫ സരി. അദ്ദേഹം പറയുന്നത് വെറുതെ ഇങ്ങനെ അമേരിക്കൻ സേന ഇവിടെ ഇങ്ങനെ ഈ പല രാജ്യങ്ങളിലും സൈനിക താവളങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഡോളർ ചെലവിട്ടുകൊണ്ട് ഇവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റുകയാണ്. യാതൊരു കാര്യവുമില്ല. ഇസ്രായേലിന്റെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും അമേരിക്ക ഇസ്രായേലിനൊപ്പമാണ് എങ്കിൽ പിന്നെ നമ്മൾ എന്ത് സുരക്ഷിതത്വം, അമേരിക്കയുടെ പേരിൽ എന്ത് സുരക്ഷിതത്വമാണ്, ഇവിടെ ഇത്തരം രാജ്യങ്ങൾക്കൊക്കെ എന്ത് സുരക്ഷിതത്വമാണ് ഉണ്ടാവുക? അതുകൊണ്ട് അമേരിക്കൻ സേന ഇത്തരം ഇടങ്ങളിൽ നിന്ന്, ഇത്തരം രാജ്യങ്ങളിൽ നിന്ന്, GCC രാജ്യങ്ങളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുക. പകരം ഇറാൻ അവരുടെ ഈ സൈനികമായ എല്ലാവിധമായ സഹായവും ഇറാൻ ഇത്തരം രാജ്യങ്ങൾക്ക് നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം, അതിൽ തന്നെ ഫത്താ മിസൈലുകളടക്കം നൽകുമെന്നുള്ള വാഗ്ദാനമാണ്. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ അതിശക്തമായി ഖത്തർ തിരിച്ചടിക്കണം, ഖത്തറിനെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അത് പ്രതിരോധിക്കണമെന്നാണ് ഇദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആഹ്വാനം എക്സിലൂടെയായിരുന്നു. ഖത്തർ ഭരണാധികാരി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയെ നേരിട്ട് അദ്ദേഹം എക്സിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെയാണ് ഇറാന്റെ സൈനിക മേധാവിമാരിൽ ഒരാളായ മേജർ ജനറൽ മസൌവി അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. അതായത് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പകരം ചോദിക്കും, ഇറാൻ പകരം ചോദിക്കുമെന്നാണ്, ഇറാൻ സൈന്യം പകരം ചോദിക്കും എന്ന നിലയിലുള്ള ഒരു പ്രതിജ്ഞ ഇറാന്റെ സൈനിക മേധാവി എടുക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഏകപക്ഷീയമായിട്ട് അവർക്കൊന്നും അങ്ങനെയുള്ള തീരുമാനങ്ങൾ പറയാൻ കഴിയില്ല. അതായത് പശ്ചിമേഷ്യൻ കളത്തിലേക്ക് അവരുടെ നെടുനായക സ്ഥാനത്തേക്ക് ഇറാൻ ഇറങ്ങിക്കളിക്കാൻ തുടങ്ങുന്നു. വേണമെങ്കിൽ ഖത്തറിന് വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇറാന്റെ ഒരു ആയുധ ശക്തിയെക്കുറിച്ചൊന്നും ഇനി ലോകത്തിന് സംശയം ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 കുറിച്ച് വളരെ വ്യക്തമായി അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മൂടിവെച്ച ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനിടയിലാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 2024 ഒക്ടോബർ 1 നടത്തിയ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ചില ദൃശ്യങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങൾക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നുവെന്നാണ്. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയൊക്കെ അടിച്ച് നിലംപരശാക്കിയ ആക്രമണങ്ങളാണ്. ഈ 200 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒരുമിച്ച് പായിച്ചത് ആ ആക്രമണത്തിലുണ്ടായത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി അത്തരം ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇറാൻ ഈ മേഖലയിലെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത സൈനിക ശക്തിയാണ് എന്ന് അവർ നേരിട്ട് ഇത്തരം ദൃശ്യങ്ങളിലൂടെയും ഇത്തരം അനുഭവങ്ങളിലൂടെയും ഒക്കെ അല്ലെങ്കിൽ ഇത്തരം ചരിത്ര വസ്തുതകളെയൊക്കെ
സാക്ഷി നിർത്തിക്കൊണ്ട് അവര് പ്രഖ്യാപിക്കുകയാണ്. അപ്പോ ഈ അറബ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും GCC രാജ്യങ്ങൾക്ക്, പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കെല്ലാമുള്ള ആയുധങ്ങൾ കൊണ്ടൊക്കെ അവരെ പിന്തുണയ്ക്കാനൊക്കെ അതിശക്തമായി തങ്ങൾ മുൻപന്തിയിലുണ്ട് എന്ന് ഇറാൻ, അത് ഈ ഉച്ചകോടിയിലും, അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലും ഇറാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഇറാനും വിവിധ ലോക നേതാക്കളുമായുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്ത, ചർച്ചയ്ക്കായി എത്തിയ ലോക നേതാക്കളുമായിട്ടൊക്കെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ സൗദി അറേബ്യയുടെ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാനുമായി അദ്ദേഹം വളരെ ഗൗരവപ്പെട്ട ചർച്ചകളിലേക്ക് പോയി എന്നാണ്. പ്രത്യേകിച്ചും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട സുരക്ഷയും അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരം രാജ്യങ്ങളുമൊക്കെയായി സഹകരിച്ചുകൊണ്ട് ഇറാൻ ഇസ്രയേലിനെതിരായ ഒരു വലിയ ചേരി തീർക്കുന്നു എന്നുള്ള വാർത്ത. അതിനോടൊപ്പമാണ് അറബ് നാറ്റോ എന്ന പ്രഖ്യാപനം കൂടി ഇതിനിടയിൽ, ഈ ഉച്ചകോടിക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച കൂടി ഉയർന്നു വന്നത്. ഇപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നോർത്ത് അറ്റ്ലാന്റിക് അലയൻസ് പോലെ, രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം നിലവിൽ വന്ന ഒരു ശാക്തിക ചേരി പോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു യൂണിഫൈഡ്, ഒരു ഏകസ്വരത്തിൽ, ഒരു ഏക സംവിധാനം, ഒരു ഏക മിലിറ്ററി എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു സങ്കല്പമാണ് ഈ അറബ് നാറ്റോ എന്ന് പറയുന്നത്. അറബ് നാറ്റോയുടെ നേതൃസ്ഥാനത്തേക്ക് കൂടി ഇറാൻ വരുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വരുന്നത്. കാരണം ഈ ഉച്ചകോടികളുടെ ഭാഗമായിട്ട് GCC രാജ്യങ്ങൾ, ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ രാജ്യങ്ങൾ, അവരുടെ ഒരു സംയുക്ത സേനാ പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഖത്തറിൽ തന്നെ അധികം വൈകാതെ ഈ GCC രാജ്യങ്ങളിലൊക്കെ ഈ ആറ് രാജ്യങ്ങളിലെ സൈനിക മേധാവിമാരും അതുപോലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗ് അധികം വൈകില്ല. അപ്പൊ അങ്ങനെ GCC രാജ്യങ്ങൾ അതിന്റെ ഒരു തുടക്കമിടുന്നു, അറബ് നാറ്റോയുടെ ഒരു തുടക്കമിടുന്നു. അതിലേക്ക് മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും കൂടി ചേരുമ്പോൾ അത് ഇവിടുത്തെ ഒരു ശാക്തിക ചേരിയായി മാറുന്നു. അതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇറാൻ വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഇസ്രയേലിന്, അമേരിക്കയ്ക്കും അത് വലിയ വെല്ലുവിളിയായിരിക്കും. അല്ലെങ്കിൽ അതൊരു കുറഞ്ഞ പക്ഷം അവരെ ഒന്ന് പേടിപ്പിച്ച് നിർത്താനെങ്കിലും ഉള്ളൊരു സംവിധാനം ഇവിടെ ഉരുത്തിരിയുന്നു എന്നുള്ളതാണ്. അപ്പൊ സെപ്റ്റംബർ 9 ഇങ്ങനെ ഒരു ആക്രമണം ഖത്തറിലേക്ക് നടത്തിയപ്പോൾ ഒരിക്കലും ഇസ്രയേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയ ഇമ്പാക്ട്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു പ്രത്യാഘാതം ഇതിന് ഉണ്ടാകുമെന്ന്. പക്ഷെ അതിനപ്പുറമുള്ള ഒരു പ്രത്യാഘാതം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. 50-ലധികം രാജ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ താവളമായ അൽ ഉദൈദ് വ്യോമതാവളം വരെയുള്ള ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്താൻ ധൈര്യപ്പെട്ടുവെങ്കിൽ അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന സൂചന വ്യക്തമാണ്. മാത്രമല്ല ഇത് ഖത്തറിലേക്ക് നടത്തിയ ഒരു ആക്രമണം അത് ഒരു സൂചന മാത്രമാണ് എന്നും ഏത് പശ്ചിമേഷ്യൻ രാജ്യവും ആക്രമിക്കപ്പെടാം എന്നും ഒക്കെയുള്ള വായ്ത്താളങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നെതന്യാഹുവും അതുപോലെ അവിടുത്തെ പാർലമെന്റ്, അവരുടെ നെസറ്റിലെ സ്പീക്കറും ഒക്കെ ഇരുന്ന് തള്ളിവിട്ടതുകൊണ്ട് അത് ഈ രാജ്യങ്ങളിലൊക്കെ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് അവർ ഗൗരവത്തോടെ തന്നെ ആ വിഷയം ചർച്ച ചെയ്യുകയും ഇസ്രയേൽ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന നിലയിലല്ല, അതിനപ്പുറത്ത് ഇസ്രയേൽ ഭീകര രാഷ്ട്രം എന്ന നിലയിൽ നേരിട്ടതങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി തന്നെ ഇസ്രയേൽ നടത്തുന്നത് ഭീകര പ്രവർത്തനങ്ങളാണ് എന്ന് ഈ ഉച്ചകോടികൾ പ്രത്യേകിച്ചും സൂചിപ്പിക്കുന്നു. അതിൽ തന്നെ ഈ ഉച്ചകോടി പാസാക്കിയ ഒരു പ്രമേയം പറയുന്നു, ഖത്തറിനെതിരായ ക്രൂരമായ ഇസ്രയേലി ആക്രമണം അതൊരു കാര്യമായി പറയുന്നു. ഗസയിൽ നടത്തുന്ന വംശഹത്യ, വംശീയ ഉന്മൂലനം, പട്ടിണിക്കിടൽ, ഉപരോധം, കോളനിവൽക്കരണ പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ ഗ്രേറ്റർ ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിപുലീകരണ നയങ്ങൾ, ഇതൊക്കെ ഇസ്രയേലിന്റെ ശത്രുതാപരമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അതുപോലെ മേഖലയിലെ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സാധ്യതകളെ ഇല്ലാതാക്കുന്നതുമാണ് എന്നാണ് പ്രമേയത്തിലൂടെ അറബ് ഇസ്ലാമിക് ഉച്ചകോടി അതുപോലെ OIC ഉച്ചകോടിയൊക്കെ വ്യക്തമായും പറയുന്നത്. ഈ ഉച്ചകോടിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഈ രാജ്യങ്ങളൊക്കെ 50-ലധികം രാജ്യങ്ങൾ ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ എല്ലാ തരത്തിലുള്ള ബന്ധപ്പെടലുകളും പുനഃപരിശോധിക്കണമെന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായിട്ടും ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി ഈ സമ്മിറ്റിൽ എന്നാണ്. അതിൽ തന്നെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞു, ആ സമ്മിറ്റിൽ പറഞ്ഞു, എന്റെ രാജ്യത്തിന് മുറിവേറ്റു, എന്റെ രാജ്യത്തിന്റെ ഹൃദയത്തിനാണ് മുറിവേറ്റത്. കാരണം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്കാണല്ലോ ആക്രമണം നടന്നത്. എന്റെ അതിഥികളായി ഉണ്ടായിരുന്ന മനുഷ്യർ താമസിച്ചിരുന്ന ഇടത്തേക്ക് എന്റെ രാജ്യത്തിന്റെ ഹൃദയത്തിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് ഖത്തർ ഭരണാധികാരി പറഞ്ഞത്. ഈ സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ, ഇത്തരം സംസാരങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന്, പ്രത്യേകിച്ചും ഇസ്രയേൽ പോലൊരു രാജ്യത്തോട്
അത്തരത്തിലുള്ള ഒരു സംസാരവും സംഭാഷണവും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലെന്ന് തെളിയിക്കപ്പെട്ടതാണ്. നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, നമ്മൾ ഇറങ്ങി പണി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് വഴിയെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോത്തിനോട് വേദമോദിയിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ പോത്തിന് എന്തേത്ത വാഴാന്ന് ചോദിക്കുന്ന പോലെ ഇസ്രായേലിനോട് ഇനി ഇങ്ങനെ നമ്മൾ സമ്മിറ്റ് കൂടി അവിടെ അപലപിച്ചു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് മസൂദ് പെസഷ്കിയാൻ പറയുമ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, അപലപനങ്ങൾ മിസൈലുകളെ തടുക്കില്ല. ശ്രദ്ധിക്കണം, അപലപനങ്ങൾ മിസൈലുകളെ തടുക്കില്ല, പ്രഖ്യാപനങ്ങൾ സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാക്കുകയുമില്ല. നമ്മൾ വെറുതെ ഇരുന്ന് അപലപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും ഉണ്ടാകില്ല എന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് അതിരൂക്ഷമായി ഇസ്രയേലിനെ വിമർശിക്കുന്നുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ഈ ചേരിയിലേക്ക് പാകിസ്ഥാൻ ചേരുമോ എന്ന് നമുക്കറിയില്ല. പാകിസ്ഥാൻ ഒരു ആണവ ശക്തി കൂടിയാണ്. നേരത്തെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമുണ്ടായപ്പോ റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഇറാന് നേരിട്ട് ആണവായുധം ഇല്ലെങ്കിലും ഇറാനെ ആണവായുധം നൽകി സഹായിക്കാൻ എത്രയോ രാജ്യങ്ങളുണ്ട് എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമയത്ത് പാകിസ്ഥാൻ ആയിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, ആദ്യം പാകിസ്ഥാനാണോ വരുന്നതെന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഇങ്ങനെ ഒരു പശ്ചിമേഷ്യൻ നാറ്റോ അല്ലെങ്കിൽ അറബ് നാറ്റോ രൂപം കൊള്ളുകയാണെങ്കിൽ അതിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയെങ്കിലും ചെയ്യുമെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നതും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തോന്നുന്നു. ഷഹബാസ് ഷെരീഫും വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രയേലിനെതിരെ നിലപാടുകൾ പ്രഖ്യാപിച്ചത്. അതേസമയം തുർക്കി പ്രസിഡന്റ് എർദോഗൻ, തുർക്കിയും ഇവിടുത്തെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു സൈനിക ശക്തിയാണ് കേട്ടോ. അപ്പൊ എർദോഗൻ പറയുന്നു, ഇസ്രായേലിനെതിരെ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സാമ്പത്തിക ഉപരോധം, എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇസ്രായേലിന്റെ നേതാക്കൾക്കെതിരെ, ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക, പോരാടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായി, അടിയന്തരമായി എന്ന് എർദോഗൻ പറയുന്നു. അതിലേക്കുള്ള ഒത്തിരി പ്രതികരണങ്ങളുണ്ട്, ഈ രാഷ്ട്ര തലവന്മാരുടെ ഒക്കെ ഒത്തിരി പ്രതികരണങ്ങളുണ്ട്. എല്ലാ പ്രതികരണങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. പക്ഷെ കൃത്യമായിട്ടും ഇസ്രയേലിന് അതിശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. അതേസമയം തന്നെ അമേരിക്കയിലെ ഇടപെട്ടുകൊണ്ട് ഇനി ഒരിക്കലും അത്തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു സാഹസം ഉണ്ടാകില്ല, ഖത്തറിലേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക വല്ലാത്ത തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന്റെ ഈ ബിസിനസിന്റെ നല്ലൊരു ഭാഗവും പശ്ചിമേഷ്യ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പൊ ഇവിടെ നിന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായാൽ അത് വലിയ നഷ്ടമുണ്ടാക്കുക ട്രംപിനാണ്. ട്രംപിന് നന്നായിട്ട് അറിയാം. ട്രംപ് ആ ഒരു വലിയ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇടപെട്ട് പ്രത്യേകിച്ചും അന്ന് എനിക്ക് തോന്നുന്നു നെതന്യാഹുവിനെ അദ്ദേഹം വിരട്ടി നെതന്യാഹു എങ്ങനെയെങ്കിലും വൈൻഡപ്പ് ചെയ്ത് ഓടാൻ നിൽക്കുകയായിരുന്നു. എങ്കിൽ പോലും ആ അതിരൂക്ഷമായ ഭാഷയിൽ നെതന്യാഹുവിനെ വിമർശിച്ചുകൊണ്ടൊക്കെയാണെന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഖത്തർ അടക്കം ഈ രാജ്യങ്ങളിലൊക്കെയും ഉള്ള ട്രംപിന്റെ ബിസിനസ്സുകളും ഒക്കെയാണ്. അപ്പൊ അത്തരം ചില കൺസേൺ സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപിനും ഉണ്ട്. അപ്പൊ ഡൊണാൾഡ് ട്രംപിനെ കൂടി വിരട്ടുന്ന, വെല്ലുവിളിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഈ ഉച്ചകോടികൾ, ഈ പ്രധാനപ്പെട്ട 2 സമ്മിറ്റുകളിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ കണക്കാക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്, ഖത്തർ ഇന്ന് ഖത്തർ ആണെങ്കിൽ നാളെ മറ്റൊരു രാജ്യം എന്ന നിലയിലേക്കുള്ള ഒരു മെസ്സേജ് കൃത്യമായിട്ടും പശ്ചിമേഷ്യയിലെ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ അത് തിരിച്ചറിയുന്നുണ്ട്. ആ അവസരം കൃത്യമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നേതൃനിരയിലേക്ക് ഇത്തരത്തിലുള്ള ഏത് ഈ കോമൺ പ്ലാറ്റ്ഫോമിന്റെയും ഏത് തരത്തിലുള്ള സംയുക്ത സൈന്യത്തിന്റെയും നെടുനായകത്വം വഹിക്കാൻ തങ്ങൾ കേപ്പബിൾ ആണ് എന്ന് ഇറാൻ ഇതിനിടയിലൂടെ തന്നെ പ്രഖ്യാപിക്കുന്നു. വേണമെങ്കിൽ ഖത്തറിന് വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നിടത്ത് തന്നെ ആ സൂചനയൊക്കെ വ്യക്തമാണ്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അതിശക്തമായ നിലപാടുമായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് അപലപിച്ചിട്ട് കാര്യമില്ല എന്ന് ഒന്നിലധികം രാജ്യങ്ങളുടെ, ഇറാന്റെ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തുറന്നു പറയുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചുരുക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, അതായത് ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇസ്രായേലിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഒരു മാതൃക കാണിച്ചു തരുന്ന ഒരു രാജ്യമായി സ്പെയിൻ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്പെയിനിൽ നിന്ന് വരുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയുടെ
ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. പെഡ്രോ സാഞ്ചസിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അതായത് ഈ യുദ്ധ കുറ്റവാളികളായ ഈ മനുഷ്യരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഇസ്രയേലിനെ എല്ലാ അന്താരാഷ്ട്ര മത്സര വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്, വിലക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ നിന്ന് വിലക്കണം. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം സ്പെയിനിൽ സംഭവിച്ച വളരെ നാടകീയമായ ഒരു സംഭവമുണ്ട്. മാഡ്രിഡൊക്കെ ഇളകി മറിഞ്ഞു. മാഡ്രിഡില് പലസ്തീൻ അനുകൂല പ്രകടനം നടത്തി അവിടുത്തെ മനുഷ്യരാണ്, സ്പെയിനിലെ മനുഷ്യർ. അവിടുത്തെ ഏറ്റവും വലിയൊരു സൈക്ലിംഗ് മത്സരം, ആ സൈക്ലിംഗ് മത്സരമായ ലാ വുൾട്ട എ എസ്പാന, ആ പരിപാടി, ആ സൈക്ലിംഗ് മത്സരത്തിന്റെ അവസാന റൗണ്ട് ഇവര് ഈ തെരുവുകൾ ഇളകി മറിഞ്ഞ് ആ പരിപാടി അങ്ങ് തടസ്സപ്പെടുത്തി. അങ്ങനെ ആ സൈക്ലിംഗ് അവിടുത്തെ ഒരു വളരെ പ്രസ്റ്റീജിയസ് വലിയ മത്സരമാണ്. ആ സൈക്ലിംഗ് മത്സരം ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനാണ്. ആ മത്സരം റദ്ദാക്കിയതായിട്ട് അവർക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. അത് റദ്ദാക്കിയതിന് പിന്നാലെയാണ് സാഞ്ചസ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് വ്യക്തവുമാണ്. ക്രൂരത തുടരുന്നിടത്തോളം ഇസ്രയേൽ ഒരു അന്താരാഷ്ട്ര മത്സരത്തിലും പങ്കെടുക്കരുത് എന്നാണ് പെഡ്രോ സാഞ്ചസ് പറയുന്നത്. ഈ സൈക്ലിംഗ് മത്സരം തീരാൻ 57 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇതിന്റെ ഫൈനല് ഈ പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ അവിടുത്തെ പലസ്തീൻ അനുകൂലികൾ, അവിടുത്തെ ജനങ്ങൾ, സ്പെയിനിലെ ജനങ്ങൾ തടയുന്നത്. ഇസ്രയേൽ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങനെ ആ മത്സരം തന്നെ ഉപേക്ഷിക്കേണ്ടി. ഇതിന് 80ാം പതിപ്പാണ്. 79 വർഷങ്ങളായി നടക്കുന്ന മത്സരം, അതിന്റെ 80ാം പതിപ്പ്. ഇസ്രയേൽ അതിന്റെ ഫൈനലിസ്റ്റുകളായ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മത്സരം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്, ഞങ്ങൾക്ക് അത്ലറ്റുകളോട് ആഴമായ ആരാധനയും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ അനീതിക്കെതിരെ അണിനിരക്കുകയും അതിന്റെ ആശയങ്ങൾ സമാധാനപരമായി പ്രതിരോധിക്കുകയും ചെയ്യുന്ന സ്പാനിഷ് സിവിൽ സമൂഹത്തോട് ഞങ്ങൾക്ക് അതിലേറെ ബഹുമാനവും ആഴമായ ആരാധനയും തോന്നുന്നുവെന്നാണ് പെഡ്രോ സാഞ്ചസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അതേസമയം തന്നെ സ്പെയിൻ സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു നിലപാട് നോക്കൂ. റെഡ്യൂസിംഗ് ടു സീറോ എന്നുള്ളതാണ് അവരുടെ ഒരു നയം. അതായത് പൂജ്യത്തിലേക്ക്, ഇസ്രയേലുമായുള്ള എല്ലാ വിനിമയങ്ങളും പൂജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്രയേലിൽ നിന്ന് പീരങ്കി സംവിധാനങ്ങൾ വാങ്ങുന്ന 770 മില്യൺ യൂറോ, അതായത് 820 മില്യൺ ഡോളറിന്റെ കരാർ, ഒരു കരാർ നേരത്തെ അവർ റദ്ദാക്കിയിരുന്നു. ഈ കരാർ കൂടി ഇപ്പോ ഇവര് റദ്ദാക്കി എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അതായത് പൾസ് പീരങ്കി സംവിധാനം, ഈ ഗൈഡഡ് റോക്കറ്റുകൾ, അതുപോലെ ആയുധങ്ങൾ, മിസൈലുകളൊക്കെ വിക്ഷേപിക്കാൻ കഴിയുന്ന പീരങ്കികളാണിത്. അപ്പൊ ഈ പീരങ്കികൾ വാങ്ങാനുള്ള പരിപാടി, ഇത്രയധികം മില്യൺ ഡോളറിന്റെ വ്യാപാരം ആ കരാറിൽ നിന്ന് ഇസ്രയേലുമായി ഉള്ള കരാറുകൾ റദ്ദാക്കി സ്പെയിൻ എന്നുള്ളതാണ്. അപ്പം ലോകരാജ്യങ്ങൾ, പല രാജ്യങ്ങളും ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഇസ്രയേലിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അവിടുത്തെ ജനങ്ങൾ തന്നെ, സാധാരണ അവിടുത്തെ സിവിൽ സൊസൈറ്റി തന്നെ ഇടപെട്ടുകൊണ്ട് ഇസ്രയേലിലെ ഫൈനലിസ്റ്റുകളായി വന്ന സൈക്ലിംഗ് മത്സരം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിവെച്ചു. നേരത്തെ പറഞ്ഞതുപോലെ റെഡ്യൂസിംഗ് ടു സീറോയാണ്. വിനിമയങ്ങൾ മുഴുവൻ പൂജ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുന്ന ഒരു മാതൃക സ്പെയിൻ കാണിച്ചു. അല്ലെങ്കിൽ സ്പെയിൻ അങ്ങനെ അതിന്റെ പല മാതൃകകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വതന്ത്ര പലസ്തീന് വേണ്ടിയും അതുപോലെ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും അവിടുത്തെ ക്രൂശിക്കപ്പെടുന്ന, കശാപ്പ് ചെയ്യപ്പെടുന്ന നിരപരാധികൾക്കും വേണ്ടിയുള്ള ശബ്ദം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഡോക്ടർ എം ലീലാവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റിനെയും കാണാൻ. കേരളത്തിൽ നിന്ന് ഡോക്ടർ എം ലീലാവതി ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവര് ഈ ഭിക്ഷയാചിക്കുന്ന പോലെ പാത്രവും നീട്ടി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്റെ 98ാം പിറന്നാൾ ഞാൻ എങ്ങനെ ആഘോഷിക്കാനാണ്, എനിക്ക് എന്റെ തൊണ്ടയിൽ നിന്ന് വച്ചിറങ്ങുന്നില്ല എന്ന് പറയുന്ന അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിൽ, കേരളത്തിലും ഉണ്ട്, മലയാളികൾക്കിടയിലും ഉണ്ട് അത്തരത്തിലുള്ള മനുഷ്യർ ലോകമെമ്പാടും ഉണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഇന്ന് യുദ്ധത്തിന്റെ 711ാം ദിവസം. ആക്രമണം അതിശക്തമായി ഗസയിൽ തുടരുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ വൈകാതെ ചേരാം.